ഇതാണ് നമ്മൾ ചടയമംഗലം എത്തിയിരിക്കുകയാണ്. ജടായുപ്പാറ കാണാൻ എന്താ ഇവിടെ നമുക്ക് കാണാം. ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജടായു എർത്ത് സെൻറ്റർ കാണാൻ വന്നിരിക്കുകയാണ്. വളരെ തിരക്കേറിയ റോഡിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട്, നന്മ റൂംസ്. ഇവിടെ നിന്നിട്ടാണ് ഞാൻ ജടായു. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊല്ലത്തിലുള്ളത്. കൊല്ലത്തിൽ ജടായു എർത്ത് സെൻറ്റർ കാണാൻ വന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഒരു ഹോട്ടലുണ്ട്, ചെറിയൊരു ഹോട്ടലാണ്, നന്മ റൂംസ്. അപ്പോൾ അവിടെയാണ് ഞാൻ താമസിച്ചിട്ട്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് എർത്ത് സെൻറ്ററിലേക്ക് പോകുന്ന വഴി. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് കാണാൻ സാധിക്കും. ഫുള്ളായിട്ട് കാണാൻ സാധിക്കില്ലെങ്കിലും ആണോ, അവിടെയാണ് ജടായു എർത്ത് സെൻറ്റർ. പക്ഷിയുടെ തല കുറച്ചായിട്ട് കാണാം. അപ്പോൾ എൻ്റെ അടുത്തുള്ള റൂം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ജടായു സെൻറ്റർ നിങ്ങൾ അറിയുന്ന പോലെ ഒരു ഈഗിളിൻ്റെ ഒരു വലിയ പാറേനെ പുറത്ത് ഒരു വലിയൊരു ഈഗിളിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. എർത്ത് സെൻറ്റർ എന്നാണ് അതിൻ്റെ പേര്, ജടായു എർത്ത് സെൻറ്റർ എന്ന പേര്. അപ്പോൾ കൊല്ലം ജില്ലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്തണമെങ്കിൽ ചടയമംഗലം എന്നൊരു ഗ്രാമത്തിലെത്തണം. അതായത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആയൂർ എന്നൊരു ടൗണിലെത്താം. ആയൂരിൽ നിന്ന് ചടയമംഗലം അങ്ങനെയും പോകാം. അല്ലെങ്കിൽ ട്രിവാൻഡ്രം സൈഡിലേക്ക് പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ ചടയമംഗലത്തിൽ ഇറങ്ങിയാൽ മതി. ജടായു എർത്ത് സെൻറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു പേര് ജടായു പാറ, അല്ലെങ്കിൽ ജടായു റോക്ക് എന്നൊക്കെയാണ് അറിയപ്പെടുക. അത് കരയിൽ നിന്ന് 350 മീറ്റർ ഉയരത്തിലാണ്, 1200 ഫീറ്റ് എന്നാണ് ഗൂഗിൾ പറയുന്നത്. പിന്നെ അതിൻ്റെ വിശേഷം പാറ മെയിൻലി ആയിട്ട് ഒരു വലിയൊരു പാറയാണ്, റോക്കാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1200 അടി മുകളിലാണ് ഈ റോക്കുള്ളത്. ആ റോക്കിൻ്റെ മുകളിലാണ് ഈ ഒരു വലിയൊരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഒരു വലിയൊരു ഈഗിളിൻ്റെ പ്രതിമയാണ്. അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ മിത്തോളജിയിലെ ഒരു ക്യാരക്ടറുണ്ട് ജടായു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഈഗിൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേരാണ് ഈ ഈഗിളിനിട്ടത്, ജടായു. അപ്പോൾ ഈ സ്ഥലത്തിന് ജടായു പാറ എന്ന് വിളിക്കും, ജടായു എർത്ത് സെൻറ്റർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അത് വലിയൊരു സ്റ്റാച്ചു ആണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു പക്ഷി സ്റ്റാച്ചു ആണ്. അത് ഓൾറെഡി ഇപ്പോൾ ലോകമെമ്പാടും ഫേമസ് ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റാച്ചു കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ജടായു പാറ അല്ലെങ്കിൽ ആ ഒരു പക്ഷിയുടെ സ്റ്റാച്ചു, ജടായു ഈഗിളിൻ്റെ സ്റ്റാച്ചു കാണാനാണ് നമ്മളിപ്പം പോകുന്നത്. അതൊരു പാറയുടെ മുകളിലാണുള്ളത്. അപ്പോൾ ആ പാറയിന് ഇതിഹാസവുമായി ബന്ധപ്പെട്ടൊരു പേരുണ്ട്, ജടായു. ജടായു എന്നൊരു പക്ഷി രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിനെ എതിർത്ത് നിന്ന ഒരു വലിയൊരു കഥാപാത്രമാണ് ജടായു. ഒരു ഈഗിളാണ്, ഒരു പരുന്തായിരുന്നു. അപ്പോൾ ആ പരുന്തിൻ്റെ പേരിലാണ് ഈ ഒരു സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത് സംവിധായകൻ രാജീവ് അഞ്ചലാണ്. ഈ ഒരു സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത്. രാജീവ് അഞ്ചൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗുരു എന്ന മലയാള സിനിമ സംവിധാനം ചെയ്ത ഒരു പ്രതിഭയാണ്. അദ്ദേഹം ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നിർമ്മിച്ച ഒരു സ്റ്റാച്ചു ആണിത്. ഇന്ന് ലോകപ്രസിദ്ധമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഈഗിൾ സ്റ്റാച്ചു. ഈ പാറേൻ്റെ മുകളിലാണ് അതുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അടിപൊളി 4 കാറുകൾ. ഇനി 143 സ്റ്റെപ്സ് ഇനിയും ഉണ്ട്, 135 മീറ്റർ. ഇതിലൂടെ പോയി ആ കേബിൾ കാറിൻ്റെ സൈഡിലൂടെ തോന്നു പോവാം. പോയി നോക്കാം. ലാസ്റ്റ് 135 സ്റ്റെപ്സാണ്. ചലോ. അടിപൊളി തന്നെ കാഴ്ച. ഇതിൻ്റെ മുകളിൽ കൂടി പോകണം. വ്യൂ പോയിന്റ് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. തിരിച്ചു വന്നിട്ട് ടൈം 5:30 വരെ ഉള്ളൂ. നമുക്ക് ആ സൈഡ് പോയി നോക്കാം.
കിട്ടില്ല പക്ഷി കിടക്കുന്ന. क्या नज़ारा है, किटिलन തന്നെ. കിട്ടില്ല തന്നെ. ഇതാണ് ജടായുപ്പാറ. സ്കൾപ്റ്റർ രാജീവ് അഞ്ചൽ വേൾഡ് ഫേമസ് ആയി മാറിയിരിക്കുകയാണ്. ആദ്യം ഇത്രയും കിടിലാവുന്ന ഒരു പ്രതീക്ഷയല്ല. ജടായു സ്മൃതി ONV കുറുപ്പിൻ്റെ സ്മൃതിയായിട്ട് ഉണ്ടാക്കിയതാണ്. കുഞ്ഞി ONV കുറുപ്പിൻ്റെ കവിതയാണ്. ഇത് റിവീൽ ചെയ്തിരിക്കുന്ന പിണറായി വിജയനാണ്. സ്റ്റാൻഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഹിൽ, ഹിയർ ഈസ് വേർ ദ ജഡായു ഫെൽ ട്രൈങ് ടു ബ്ലോക്ക് ഹിസ്. ഇപ്പം ഇവിടെയാണ് ജഡായു എന്ന ആ ഒരു പക്ഷി രാമായണത്തിൽ സീതയെ രക്ഷിക്കുന്ന ഇതിൽ രാവണൻ്റെ വെട്ടേറ്റ് വീണ സ്ഥലം. ദിസ് ഇസ് വേർ ദ എനിമീസ് വോർ ചോപ്ഡ് ജഡായുസ് വിങ് ഇൻ ദ സ്റ്റോറി ഓഫ് രാമായണ. നമ്മുടെ കേബിൾ കാർ പോകുന്നു. 1 വേ ടിക്കറ്റും കിട്ടും. നോക്കട്ടെ അത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. കിട്ടില്ല. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. കിട്ടില്ല തന്നെയല്ലേ. നമുക്ക് ആ സൈഡ് പോയി നോക്കാം. നമുക്ക് ബാക്കി കാഴ്ചകൾ അതിലൂടെ ഒന്ന് ചുറ്റി വരാം. എന്നിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ നടക്കാം. ഇത് എൻ്റെ ചിറക് കണ്ട. ജടായുപ്പാറയെ കുറിച്ചുള്ള വീഡിയോ നല്ല കാഴ്ചയായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടേക്ക് കെയർ, ബൈ.